പത്തനംതിട്ട നിത്യ പ്രമോവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ ആദർശിന് കാര്യമാണ് മുത്തശ്ശി പറയുന്നത്. ആദർശ് ഇപ്പോഴും ആ നഗേന്ദ്രൻ്റെ പിന്നാലെയാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനെ ആ ഒരു ശങ്കരൻ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണല്ലോ, പിന്നെ എന്തിനാണ് അവൻ പിന്നാലെ കൂടുന്നത്? പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ തിരക്കായിട്ടുണ്ട്, അപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പോരെ അവന് എന്ന് പറയുകയാണ്. ഇപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോഴും അവൻ അതിൻ്റെ പിന്നാലെ തന്നെയാണ് എന്ന് പറയുകയാണ്. ആ ഒരു സമയത്താണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. വരുന്നു അടുത്തവനെന്ന് പറയുകയാണ്. അപ്പോൾ അനിയെ വിളിച്ചിട്ട് വിവാഹകാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അനി തുറന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കാനേ താല്പര്യമുള്ളൂ, ഒരിക്കലും അവന്തിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് അനി ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ മുത്തശ്ശിക്കും ആകെ ഒരു കൺഫ്യൂഷനാണ്. അതുമാത്രമല്ല, ആദർശും നയനയും ഇപ്പോൾ അനിയുടെ കാര്യത്തിൽ ചെറിയ ഒരു സപ്പോർട്ടും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അനി മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ ആ ഒരു നരസിംഹ വക്കീലിനെ വിളിച്ചും സംസാരിക്കണം, നാളെ ഇതുപോലെ കേസാണ്, അപ്പോൾ ചിലപ്പോൾ അവൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു കേസ് ഡൈവേഴ്സ് മേടിച്ചിരുന്നതിന് ചിലപ്പോൾ ആ ഒരു ഭയം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത്, എന്താ നീ അങ്ങനെ അത് മറ്റൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും മുത്തശ്ശൻ ആ ഒരു നരസിംഹ വക്കീലിനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കണം, എത്രയും പെട്ടെന്ന് എനിക്ക് നാളെ തന്നെ ഡൈവേഴ്സ് വാങ്ങിത്തരണം എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നത്, അത് പറയേണ്ട കാര്യമൊന്നുമില്ല, അവരത് അറിഞ്ഞ് ചെയ്തോളും എന്നാണ് പറയുന്നത്. അങ്ങനെ മുത്തശ്ശനിടയ്ക്ക് നരസിംഹ വക്കീലിനെ വിളിച്ചിട്ട് അതിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നവീൻ വരുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നു. അപ്പോൾ നവീൻ ചോദിക്കുന്നു, വിളിച്ചാൽ കാര്യമുണ്ട്, അവർക്ക് എനിക്ക് ചെറിയ പേടിയുണ്ട്, ഞാൻ ഡൈവേഴ്സ് വാങ്ങിക്കൊടുക്കുന്നു. എന്താ നീ അങ്ങനെ പറഞ്ഞ്, നിങ്ങൾ തമ്മിൽ ഉള്ള സൗഹൃദത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായെന്നൊക്കെ നരസിംഹ മുത്തശ്ശൻ ചോദിക്കും. അതൊന്നും അല്ല, മറ്റു ചില കാര്യങ്ങളുണ്ടെന്നാണ് നവീൻ പറയുന്നത്. ഇക്കാര്യം തുറന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ കനകയും ഗോവിന്ദനും ഇവരുടെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പം പറയുന്നുണ്ട്, ജ്യോത്സ്യരുടെ അടുത്ത് പോയി നോക്കിച്ചപ്പോഴും പറയുന്നത് നന്ദുവിന് ഇഷ്ടപ്പെട്ട വിവാഹം, ആ ഒരു വിവാഹം നടക്കുന്നുണ്ട്. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പോയി നാളെ നോക്കിയിരുന്നു, നല്ലതുപോലെ നിങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ട്, ഈ ഒരു വിവാഹം നടക്കുമെന്ന് ഉറപ്പായിട്ടും ജ്യോത്സ്യർ പറഞ്ഞു എന്നൊക്കെ നന്ദുവിനോടും പറയുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന എന്തെങ്കിലും ഇനിയിപ്പോൾ വിവാഹമൊക്കെ അല്ലേ, ആ ഒരു സമയത്ത് ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ കൊടുക്കേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഗോവിന്ദനും കനകയായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഗോവിന്ദനും പറയുന്നു, നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് മോശമായി പോകുമെന്നൊക്കെ പറയുന്നു. അതുപോലെ അനി വന്ന് ആദർശിനെ കാണുന്നു, സംസാരിക്കുന്നു. എനിക്കൊരു കാരണവശാലും ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല, അത് നടക്കത്തുമില്ല, ഞാൻ ഒരിക്കലും അവധി വിവാഹം കഴിക്കില്ല, എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ എന്ന് ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അനി. അപ്പോൾ ആദർശിനും നയനയ്ക്കും ഇപ്പോൾ അതിൽ ചെറിയൊരു താല്പര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഇതുവരെ നിർബന്ധിച്ചൊരു വിവാഹം നടത്തി, അത് പരാജയപ്പെട്ടു, അതുകൊണ്ട് അവർക്കും സപ്പോർട്ട് ചെയ്യണം ആ ഒരു രീതിയിലാണ്. പക്ഷേ വീട്ടിലും ആ ഒരു കാര്യം സംസാരിക്കാൻ പോയപ്പോഴാണ് അവിടെ നാളെ നോക്കിയ കാര്യവും അതിൻ്റെ പൊരുത്തത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് അവർക്ക് ഒന്നും പറയാൻ പറ്റാതെ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന നവീൻ വക്കീലാണെങ്കിൽ വേണുവിനെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ആ ഒരു കോമ്പൻസേഷൻ കിട്ടാതെ തന്നെ ഡൈവേഴ്സിൽ ഒപ്പിടണമെന്ന് പറയുന്നു. ആ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേണുവിന് കാശില്ലെങ്കിൽ കൂടി വലിയൊരു ജോർജ് എന്ന് പറയുന്ന വലിയ വക്കീലിനെയാണ് ബാധിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നു. വക്കീലിന് കൊടുക്കുന്ന ഫീസ് കൂടി ലാഭം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചു പറഞ്ഞതെന്നൊക്കെ പറയുന്നു. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ ആലോചിച്ചോളാം, ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വക്കീൽ സാർ ചെയ്തോളും എന്നാണ് വേണു പറയുന്നത്. എന്തെങ്കിലും കോമ്പൻസേഷൻ, എന്തെങ്കിലും എന്നല്ല, അവർ തമ്മിൽ പറയുന്ന ഒരു 3 കോടിയോളം കോമ്പൻസേഷൻ കിട്ടുമായിരിക്കും, ഇല്ലാച്ച എന്നാണ് ചോദിക്കുന്നത്. ഒരു 50 ലക്ഷമെങ്കിലും എനിക്ക് തരണമെന്ന് അനാമിക പറയുന്നുണ്ട്. കാരണം ഞാനും സ്റ്റെഫിനിയും കൂടെ പോയി UK പോയി താമസമാക്കിക്കൊള്ളാം, അപ്പോൾ അതിനുവേണ്ടി ഒരു 50 ലക്ഷം രൂപ അനാമികയ്ക്ക് കൊടുക്കണമെന്ന് അനാമിക വേണുവിനോട് പറയുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ മോളെ, കിട്ടട്ടെ എന്നാണ് വേണു പറയുന്നത്. പിന്നെ അതിന് ശേഷം അനിയാണെങ്കിൽ ആകെ ടെൻഷനാണ്. ഒരു കാരണവശാലും നവീൻ ഇനിയിപ്പോൾ തനിക്ക് ഡൈവേഴ്സ് വാങ്ങിക്കൊടുക്കില്ല എന്നുള്ളൊരു ചിന്തയിലും ഭീതിയിലും ഒക്കെയാണ്. അങ്ങനെ ടോസ് ഇട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നാളെ തനിക്ക് ഡൈവേഴ്സ് കിട്ടുമോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ്. അപ്പോൾ ഡൈവേഴ്സ് കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് അനി പെട്ടെന്ന് തന്നെ നന്ദുവിനെ വിളിക്കുന്നു. നന്ദുവിനെ വിളിച്ചിട്ട് നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇപ്പോൾ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം, നിനക്കപ്പോൾ ആ നവീൻ വക്കീലിനെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയും. എന്താ നീ എന്താടാ നീ പറയുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മറ്റൊന്നുമല്ല, എനിക്ക് ടെൻഷൻ, എനിക്ക് ഡൈവേഴ്സ് കിട്ടില്ല നാളെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിന്നെ ഉറപ്പായിട്ട് കാണാം, ചില കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാണ്. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അനിയും
ആകെ ഒരു ഭ്രാന്തനെ പോലെ ഭയങ്കര ടെൻഷനിലാണ് അനി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എനിക്ക് ഡൈവേഴ്സ് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമികയായിട്ടുള്ള ബന്ധം വേർപിരിയുന്നതായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല ജ്യോത്സ്യർ തർപ്പിച്ച് പറയുന്നുണ്ട്. പലപ്പോഴായിട്ട് കനക ചെന്ന് നോക്കുമ്പോഴും അനിയും നന്ദുവായിട്ടുള്ള ഒരു വിവാഹം, അതായത് നന്ദുവിന് ഇഷ്ടപ്പെടുന്ന ആൾ തന്നെ വിവാഹം കഴിക്കും എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ചങ്ങൾക്ക് നമുക്ക് വരുന്ന പ്രൊമോയിൽ ഇനിയിപ്പോൾ കാണാനായിട്ട് കഴിയും. ഓക്കെ.